ഹലോ ക്ലേഷേഴ്സ്, എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കൊരു വാറുണ്ടായിരുന്നു കോൾ ഓഫായിട്ട്. അവരായിട്ട് നമ്മൾ 30-28 എന്ന രീതിയിൽ നമ്മൾ വാർ ജയിച്ചു. കുഴപ്പമില്ലാത്ത വാർ തന്നെയായിരുന്നു. അവർ നമ്മുടെ ഒന്നിനെയും അതേപോലെ തന്നെ ആറിനെയും മറ്റേ 2 സ്റ്റാർ വെച്ച് അടിക്കാൻ പറ്റുള്ളൂ. ബാക്കി അതർവൈസ് ഓക്കെ ആയിരുന്നു. നല്ല അറ്റാക്ക് തന്നെയായിരുന്നു എല്ലാം. നമുക്ക് എന്തായാലും വേഗം നമുക്ക് അറ്റാക്ക് കണ്ടിട്ട് വരാം. നമ്മുടെ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നതെല്ലാം നമുക്ക് സിജിലാണ് ഒന്നിനെ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 2 ഓവൻ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. സെയിം അറ്റാക്ക് സ്ട്രാറ്റജി തന്നെയാണ്. അതെന്ന് വെച്ചാൽ ഇലക്ട്രോ പ്ലസ് ഡ്രാഗൺ, 2 ഇലക്ട്രോ വെച്ചിട്ട് 2 സൈഡിൽ നിന്നും കളഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് സെൻട്രിക്ക് ഇങ്ങനെ ഡ്രാഗനെ വെച്ച് പുഷ് ചെയ്യലാണ്. കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് അടിച്ച് പോന്നിട്ടൊക്കെ ഉണ്ട്. ഈ വാറും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഇനി അടുത്ത വാർ ഇടുമ്പോൾ നമുക്ക് ക്ലാനിക്ക് കുറേ മെമ്പേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ 15 പേരിലായിരിക്കും ഇടുക. അത് എങ്ങനെയായിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൗൺ ഹാൾ മാക്സിമം അല്ല അതിൽ വന്നിരിക്കുന്നത്. സോ നമ്മൾ മാക്സിമം നമ്മുടെ ഡമ്മി അക്കൗണ്ട് കളഞ്ഞിട്ട് മെയിൻ അക്കൗണ്ട് വെച്ചിട്ട് ആയിരിക്കും നമ്മൾ അതിലിടുക. അപ്പോൾ നമ്മളെ മേ ബി വാർവിൻ സ്ട്രീക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ടേ വാർവിൻ സ്ട്രീക്കല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്ക് ക്ലാൻ എങ്ങനെയെങ്കിലും അടിച്ച് കയറ്റി വരണം. ആ ഒരു മൈൻഡിലാണ് നമ്മൾ വാറിടുന്നത്. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഇപ്പോൾ നമുക്ക് 9 വാറായിട്ട് നമ്മൾ ജയിച്ച് തന്നെയാണ് പോയേക്കുന്നത്. നമ്മുടെ വാർവിൻ സ്ട്രീക്ക് പോയിട്ടൊന്നുമില്ല. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇതും അവൻ്റെ രണ്ടാമത്തെ ഈ സെയിം ട്രൂപ്പ് തന്നെ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹീറോസിൻ്റെ അതൊക്കെയും പോയിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോസിനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നേ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഹീറോസിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പം അതില്ല. മൂന്നാമത്തേനെ അടിച്ചിരിക്കുന്നത് സിജിലിൻ്റെ റഷ് അക്കൗണ്ടാണ്. മീൻസ് അവൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എന്ന് തന്നെ പറയാം. അതാണ് അടിച്ചിരിക്കുന്നത്. സെയിം ട്രൂപ്പ്. അവനതിപ്പോൾ ടൗൺ ഹാൾ 15 ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിൽ ഇപ്പോൾ 5 ദിവസത്തെ നമുക്ക് ആ ഒരു ട്രൂപ്സേ മാക്സ് ആയിരിക്കും. ലബോറട്ടറി ലെവലും മറ്റേ ഹീറോസ് ആയാലും ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ അടിച്ച് പോന്നിട്ടുണ്ട്. നാലാമത്തേനെ സിജിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. സെയിം ട്രൂപ്പ് തന്നെ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ക്ലാനിൻ്റെ പേര് OGGT എന്നാണ്. എല്ലാവർക്കും ക്ലാനിക്ക് വരാം. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വാറ് മാത്രമാണ്. ക്ലാൻ ഗെയിംസ് അതൊക്കെ നമുക്ക് ആൾക്കാർ മെമ്പർ വരുന്നതിനനുസരിച്ച് നമുക്ക് അത് കളിക്കാം. എന്തായാലും കളിക്കാം. ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കെല്ലാം അച്ചീവ് ചെയ്തെടുക്കാം. പിന്നെ ഡൊണേഷൻ അങ്ങനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാറിൻ്റെ സമയത്ത് തന്നെ മാക്സിമം എല്ലാവരും ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ആ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാൻ ക്യാപിറ്റൽ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൊണേഷൻ്റെ ആവശ്യം വരില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ എടുക്കാം. ഇത് 5ാമത്തേനെ അടിച്ച് ഞാനാണ് എൻ്റെ മെയിൻ അക്കൗണ്ട് വെച്ച് സെയിം ഇത് തന്നെയാണ് സ്ട്രാറ്റജി. പക്ഷേ സ്പെല്ലിൻ്റെ അത് മാറും. ഞാൻ അടിക്കുമ്പോൾ 8 ലൈറ്റ്നിങ്ങും 2 എർത്ത് ക്യൂക്കും കൊണ്ടുപോകും, ഒരു സ്വീപ്പറും അതേപോലെ ഒരു 3 റോക്കറ്റിൻ്റെ അതും മറ്റേ റോക്കറ്റ് ഡിഫൻസ് ഞാൻ കളയും. എന്നിട്ടാണ് ഞാൻ അടിച്ചു തുടങ്ങാറ്. ഇത് ടൗൺ ഹാൾ 12ആണ്. സോ എൻ്റെ 13ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ കുറേ അഡ്വാൻറ്റേജ് എനിക്ക് അതിലുണ്ടായിരുന്നു. നമുക്കൊരു ടൗൺ ഹാൾ അടിക്ക് കയറുന്ന കുറവ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% 3 സ്റ്റാർ കിട്ടുന്നതാണ്. സോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇതാണ് വരുന്നത് മെയിനായിട്ട്. ഇതും സിമ്പിളായിട്ട് അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായി. ഇനി 6ാമത്തെ അതും അടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. സെയിം ട്രൂപ്സ്, സെയിം സ്ട്രാറ്റജി തന്നെ. അതേപോലെ ക്ലാൻ്റെ കാര്യം പറഞ്ഞത് ഒരു 10-20 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതിനനുസരിച്ച് വാറിടാം. അപ്പോൾ നമുക്ക് ഇത്തിരി വാറ് വലുതാകും തോറും നമുക്ക് ഇത്തിരി ത്രില്ലൊക്കെ ആയിട്ട് നമുക്ക് അതേപോലെ തന്നെ പോവാം. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി പോലെ നല്ല രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഇത് ക്ലാനിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, ബിഗിനിങ് സ്റ്റേജാണ്. സോ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ലെവലും അതേപോലെ ഇൻക്രീസ് ചെയ്ത് പോവാം. അപ്പോൾ ചില ടൈമിൽ എനിക്ക് മിസ്റ്റേക്സ് പറ്റാം, നിങ്ങൾക്ക് മിസ്റ്റേക്സ് പറ്റാം. സോ അതെല്ലാം നമുക്ക് അങ്ങോട്ട് കളിച്ച് കഴിഞ്ഞാൽ സെറ്റാക്കാം. ഇപ്പോൾ നിങ്ങളുടെ കുറേ അറിവുണ്ടാവും, എനിക്കും അറിവുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പരസ്പരം ഷെയർ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച്
മുന്നോട്ട് പോവാം. ഇതിപ്പോൾ 7 അടിച്ചിരിക്കുന്നത് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. അത് ടൗൺ ഹാൾ 12 ഒരുവിധം മാക്സായി വരുന്നുള്ളൂ. കിങ്സും മറ്റേ ഹീറോസൊക്കെയും അത്യാവശ്യം ഇത്തിരി കൂടി മാക്സ് ആവാനൊക്കെ ഉണ്ട്. ഒരു ലെവൽ 5 വെച്ചിട്ടെങ്കിലും ഉണ്ട്. ഇതിനിടയിൽ ഞാൻ കുറേ നാൾ കളിക്കാണ്ടിരുന്നു, അതിൽ ഇതാണ് പെട്ടതാണ്. ഇപ്പോൾ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 1 month ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഈ ക്ലയൻ തുടങ്ങിയതിന് ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാനും ആക്റ്റീവ് ചെയ്ത് കളിച്ചു തുടങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇത് 8ാമത്തെ സെക്കൻഡ് അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2ാമത്തെ അറ്റാക്കാണ്. ഇത് ടൗൺ ഹാൾ 9 സോ എന്തായാലും ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, അങ്ങനെയാണ്. അപ്പോൾ ക്ലൈനിക്ക് എല്ലാവർക്കും വരാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനലൊക്കെയും നമ്മുടെ മെയിൻ ചാനലിൻ്റെ കണ്ടൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാൻ്റെ വാറ് ഇത് അത്രയാണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ഇനിയിപ്പോൾ നമുക്ക് 9ാമത്തെ നോക്കി നോക്കാം. 9ാമത്തെ എൻ്റെ റഷ് അക്കൗണ്ട് ഞാൻ പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അത് വെച്ചിട്ട് അടിച്ചതാണ്. ഇത് ടൗൺ ഹാൾ 9 വലിയ ഇതൊന്നുമില്ല, 3000 ഡിഫറൻസ് ഉള്ളൂ. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 10ാമത്തെയും അത് തന്നെ സെയിം വെച്ച് തന്നെ അടിച്ചിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ചെറിയ ഇത് വരുമ്പോൾ നമുക്ക് ഡ്രാഗൺ അറ്റാക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കും. ഇതിൽ ഞാൻ മെയിനായിട്ട് കിങ്ങും നമ്മുടെ ഹീറോസും ട്രൂപ്സും അതാണ് ഞാൻ മെയിനായിട്ട് അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. ഡിഫൻസ് ഒന്നായില്ല, ഞാൻ അപ്ഗ്രേഡ് ചെയ്യില്ല. ഞാൻ അങ്ങനെയാണ് ഇതിപ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി എന്തായാലും അവരുടെ അറ്റാക്ക് കാണാം, അവരുടെ ഫസ്റ്റത്തെ. ഇത് അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ, കുഴപ്പമില്ല എന്നല്ല, അവർ ഓക്കെ ആ രീതിയിൽ തന്നെ അടിച്ച്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ ഒരു റഷ് അക്കൗണ്ട് ഞാൻ പറഞ്ഞില്ലേ മുന്നിൽ പോയിന്ന്, സോ അതിന് പകരം ഉണ്ടാക്കുന്നതാണ്. അത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ വെറുതെ എനിക്ക് മുന്നേ ഒരു ക്ലാൻ ഉണ്ടായിരുന്നു. ആ ക്ലാൻ്റെ പേര് ഡാർക്ക് സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാനായിരുന്നു. ഒരു ലെവലൊരു 15 ആ ലെവലൊക്കെ ആയതായിരുന്നു. അത് ഞാൻ കളിക്കാണ്ടിരുന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലീഡർ മാറി വേറെ നമ്മുടെ കൂട്ടുകാരനായി. പിന്നെ അവൻ കളിക്കണ്ടായിരുന്നില്ല, അങ്ങനെ ചേഞ്ച് ചെയ്ത് പോയി. പിന്നെ അത് എന്തൊക്കെയോ അതിൽ ഞാൻ പോയി. പിന്നെ എനിക്ക് അതിലെന്തായാലും കയറാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതിന് ശേഷം ഞാൻ വേറെ കുറേ ക്ലാനിലൊക്കെയായിരുന്നു. ആ ടൈമിലാണ് ഞാൻ മെയിനായിട്ട് ആ റഷ് അക്കൗണ്ട് കയറി ഉണ്ടാക്കി അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് ടൗൺ ഹാൾ 12 മാക്സ് ആയിരുന്നത്. സോ അതിന് ശേഷം ഇങ്ങനെ വന്ന് അതും ഇതും കളിച്ച് പോകുന്നതായിരുന്നു. അതിനിടയിൽ ഈ ഒരു ക്ലാൻ ഉണ്ടാക്കി. അപ്പോൾ മെയിൽ അക്കൗണ്ട് സിങ്ക് ചെയ്യാൻ പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിലെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ മെയിൽ അക്കൗണ്ട് സിങ്ക് ചെയ്യുന്നതിന് പകരം അതിൽ പാസ്വേഡും അതൊക്കെ അടിക്കുന്നതിന് പകരം എൻ്റെ വേറൊരു മെയിൽ ID ഞാൻ വെച്ച് കയറി, മീൻസ് അതിൽ കൊടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റഷ് അക്കൗണ്ടിൻ്റെ മെയിൽ ID ഇല്ലേ, അതിൽ വേറെ ഒറ്റ മെയിൽ വരില്ല. അപ്പോൾ സൂപ്പർ സെൽ ID വരുന്നുണ്ടായില്ല. എന്നുവെച്ചാൽ ഏത് സിങ്ക് അക്കൗണ്ടിൽ കൊടുത്തതിന് പകരം ഞാൻ വേറെ മെയിൽ ID കൊടുത്തില്ലേ, ആദ്യത്തെ മെയിലാണ് ഇതിൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ആയിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിന് ശേഷം ഇത് ഇപ്പോൾ തുടങ്ങിയത് ഇപ്പോഴാണ്. ഈ OGGT എന്ന് പറഞ്ഞ ക്ലാനായാലും ഈ റഷ് അക്കൗണ്ട് തുടങ്ങിയത് ഇപ്പോഴാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അങ്ങനെ അത്യാവശ്യം നല്ല, ഞാൻ കാട്ടി തരാം എന്തായാലും. ഇത് കഴിയുമ്പോഴേ ഇവരുടെ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാട്ടി തരാം എങ്ങനത്തെ അക്കൗണ്ട് ആയിരുന്നു എന്ന് വെച്ചാൽ. അത്ര മാക്സ് ഒന്നും പറയാനില്ല. അത്യാവശ്യം ഞാൻ കൊണ്ടുപോകുന്ന ട്രൂപ്സ് ഉണ്ടല്ലോ അതൊക്കെ മാക്സ് ആയിരുന്നു. അതേപോലെ ഹീറോസും അത്ര മാക്സ് ഒന്നുമല്ല കേട്ടോ. നമ്മൾ മെയിനായിട്ട് സ്പെല്ല്, ആ ഹീറോസിൻ്റെ സ്പെല്ലുണ്ടല്ലോ, ഹീറോ സ്പെല്ലിട്ടാണ് കൊണ്ടുപോകാറ്. അതാവുമ്പോൾ നമ്മുടെ ഹീറോസ് മാക്സ് ആവുമല്ലോ. വാറിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമുക്കതിട്ടാൽ പോരെ. അങ്ങനെ ഇത് അവരുടെ 5ാമത്തെ അറ്റാക്കാണ്, മീൻസ് നമ്മുടെ 5ാമത്തെ തന്നെ അവർ 4ാമത്തെ വന്ന് അടിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ മറ്റേത് ഈ വാറിന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കാട്ടി തരാം കേട്ടോ.
അതിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് അമൽ എന്നായിരുന്നു. എൻ്റെ പേരും അമൽ തന്നെ ഉണ്ടോ. അമ്മ മെയിനായിട്ട് ക്ലാനിൽ ഇടുക ഐസ്കോലും അതേപോലെ തന്നെ ഈ സൂപ്പർ മിനിയനാണ്. എന്നുവെച്ചാൽ അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മിനിയൻ സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ചു തുടങ്ങും ഐസ്കോലും, അവിടെ നിന്ന് സ്റ്റക്കാക്കും. സോ അതിൻ്റെ കുറേ അഡ്വാൻറ്റേജൊക്കെ നമുക്കുണ്ട്. മീൻസ് നമുക്കല്ല, എല്ലാവർക്കും ഉണ്ടാവും അതിട്ട് കഴിഞ്ഞാൽ. ഇതാണ് അവർക്ക് ആ ഒരു സ്റ്റാർ മിസ് ചെയ്ത അറ്റാക്ക്. നമുക്കിത് വേഗം കാണാം. അതേപോലെ തന്നെ എല്ലാവരും ഹീറോസിൻ്റെ എബിലിറ്റീസൊക്കെയും എല്ലാം എടുത്ത് വയ്ക്കുക, അത് അപ്ഗ്രേഡ് ചെയ്യുക. അത് പോകുന്തോറും നമുക്കത് ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. എങ്ങാനും അത് ഇല്ലെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യമില്ല. എന്ന് വെച്ചാൽ പണ്ടത്തെ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ പുതിയ അപ്ഡേറ്റഡ് വേർഷനും ഇതൊക്കെ എല്ലാം വന്നതിന് ശേഷം എല്ലാം ചേഞ്ചായി. സോ അതിൻ്റെ ബേസിൽ ഹീറോസിനും എല്ലാം എബിലിറ്റീസ് എല്ലാം കൊടുക്കുക. ഇപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആകെയുള്ളത് സ്പൈക്കി ബോളും മാത്രമേ ഉള്ളൂ. പിന്നെ റോയൽ ചാമ്പിൻ്റെ ഇലക്ട്രോ വേവിൻ്റെ സംഭവം ഇലക്ട്രോ ബൂട്ട്, അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഇതുണ്ട്, ഇത് നമ്മുടെ ക്യൂനിനെ മിറർ, അതുണ്ട്. അത് വേറൊന്നുമല്ല, അത് ഇന്നാൾ ഒരു ഇവൻ്റ് കളിച്ച് കിട്ടിയതാണ്. ഈ സ്പൈക്കി ബോളും ഈ ഒരു ഇവൻ്റ്, ഈ മാസത്തെ ഇവൻ്റ് വന്നപ്പോൾ എനിക്ക് കളിച്ച് കിട്ടിയതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ജെമ്മ് കളയാണ്ട് അത് സേവ് ചെയ്തിട്ട് അതെല്ലാം വാങ്ങി ഇത് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മീൻസ് നമ്മൾ ഗ്രോ ആവുന്നതിനനുസരിച്ച് നമ്മുടെ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് ബുദ്ധിമുട്ടായിരിക്കും. പവർ എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ ജെമ്മാരും വേസ്റ്റ് ആക്കരുത് കേട്ടോ. ഇത് നമ്മുടെ 8ാമത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ഇതിൽ ക്ലാനിക്ക് വന്ന ആളാണ്. ഐ ലിവ് ഹിയർ എന്നാണ്. ആളും കുഴപ്പമില്ലാണ്ട് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതും ആളുടെ മേ ബി റഷ് അക്കൗണ്ട് ആയിരിക്കാം, മെയിൻ അക്കൗണ്ട് ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. അധികം ആളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വരുന്നത് എപ്പോഴാണ് നമുക്ക് കാണാറില്ല. നമ്മളില്ലാത്ത ടൈമിലാണ് ആൾ ഓൺലൈൻ കയറാറ്. ഇത് ദൃഷ്ടദ്യുമ്നൻ, അത് എൻ്റെ തന്നെ വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടേക്കണതാണ്, ക്ലാൻ മെമ്പർ ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പോൾ ചില വാറിന് അത് പിടിച്ചിടുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും ചുമ്മാ എടുത്തിട്ടുണ്ടാ, എങ്ങാനും നമ്മുടെ പോലെ തന്നെ സെയിം ഓപ്പോണൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് ഒരു വാർ വന്നില്ലേ, അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കളഞ്ഞില്ല, അത് വെറുതെ ഇപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ട് അടിക്കുകയും ചെയ്യാം. അപ്പോൾ മുകളിലേക്ക് നമ്മുടെ വേറെ അക്കൗണ്ട് വെച്ച് അടിച്ചാൽ പോരെ, അതിൻ്റെ ബേസിലാണ്. ഇത് നമ്മുടെ അവരുടെ 10ാമത്തെ അറ്റാക്കാണ്. സിമ്പിളായിട്ട് അടിച്ച് ഇതേ കളി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. നമുക്കിത് വാറ് 30-28 നമ്മൾ ജയിച്ചു. ഇതാണ് എൻ്റെ, ഞാൻ അക്കൗണ്ട് കാട്ടി തരാമെന്ന് പറഞ്ഞില്ലേ, ഇതായിരുന്നു എൻ്റെ അക്കൗണ്ട്. ഇതൊന്നും മാക്സ് ഒന്നും അല്ല കേട്ടോ, വേറെ സ്കിന്നൊക്കെ ഉണ്ടായിരുന്നു, അത് വാങ്ങിയതായിരുന്നു മറ്റേ ജമ്മു കൊടുത്തിട്ടേ, വെറുതെ വിസിറ്റ് ചെയ്യും. എത്ര മാക്സ് ഒന്നും അല്ല, അതിലൊന്നും മാക്സ് അല്ല. ഇതിപ്പോൾ ഈ അടുത്താണ് ഞാൻ 15 ഇട്ടത് തന്നെ. ഒന്ന് സെറ്റായി വന്നതായിരുന്നു, അപ്പോഴേക്കും അത് പോയി. അത്രേ ഉള്ളൂ, അപ്പോൾ ഇത് പോയി, അത്രേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.